അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് ഒറ്റ അടിക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ലെങ്കിലും അമ്മ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. സാറേ, അമ്മ എന്ന് പറയുന്നത് കുറച്ചു കാലമായി നിർജ്ജീവമായ അവസ്ഥയിലാണ്. ഈ സംഘടന ഒന്ന് പുനരുജ്ജീവിപ്പിക്കണം. സിനിമാ താരവും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി തന്നെ ഇതിന് മുൻകൈ എടുക്കുന്നു എന്നാണ് കേൾക്കുന്നത്. നേരത്തെ നവംബർ മാസത്തിൽ തന്നെ പഴയ അംഗങ്ങളോട്, സൂപ്പർ സ്റ്റാറുകളോടെല്ലാം തിരിച്ചു വരണമെന്നും ഇത് സജീവമായി കൊണ്ടുവരണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഒരു കാലത്ത് സുരേഷ് ഗോപി ഇതിൻ്റെ മുന്നണിയിൽ തന്നെ നിന്നിരുന്ന തുടക്കകാലത്ത്, പിന്നീട് അദ്ദേഹം തന്നെ വ്യക്തിപരമായ കാരണങ്ങളിൽ അതിൽ നിന്ന് മാറി. ഇപ്പോൾ വീണ്ടും ഇവരെ ഒന്നിപ്പിക്കാൻ അദ്ദേഹം മുൻകൈ എടുക്കുന്നു. എന്ന് പറഞ്ഞാൽ പുതുവർഷത്തോടനുബന്ധിച്ച് ഒരു വലിയ കുടുംബസംഗമമൊക്കെ സംഘടിപ്പിച്ച് വലിയ രീതിയിൽ ഈ അമ്മയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. അതെ, അങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നു. ഈ ജനുവരി ആദ്യവാരം അമ്മ അംഗങ്ങളുടെ കുടുംബ സംഗമം കൊച്ചിയിൽ സംഘടിപ്പിക്കാനാണ് തീരുമാനം. മിക്കവാറും അത് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലായിരിക്കും എന്നും കേട്ടു. അപ്പോൾ അതിന് മുന്നിട്ടിറങ്ങുന്നത് അതിൻ്റെ പ്രേരണാശക്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയോട് അമ്മ സംഘടന പലതരത്തിലുള്ള നിലപാടുകളും എടുത്തിട്ടുണ്ട് മുൻകാലങ്ങളിൽ. അതെല്ലാം അമ്മ കാണിച്ച വൈരാഗ്യം എന്ന നിലയിൽ പൊറുക്കുകയും വീണ്ടും നിർജീവമായ അമ്മയെ സജീവമാക്കാൻ സുരേഷ് ഗോപി മുന്നിട്ടിറങ്ങുകയും ചെയ്തു. സിനുജി സൂചിപ്പിച്ചതുപോലെ നവംബർ 1-ാം തീയതി കേരളപ്പിറവി ദിനത്തിൽ സുരേഷ് ഗോപി എല്ലാ അംഗങ്ങളോടും ഈ അഡ്ഹോക് കമ്മിറ്റി പോരാ, സ്ഥിരം ഭരണസമിതി വേണം, എല്ലാവരും ഇതിൽ നിന്ന് രാജിവെച്ച് പോയവരെല്ലാം തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പലതരം കേസുകളും വിവാദങ്ങളും ലൈംഗിക ആരോപണങ്ങളിലുമൊക്കെ പെട്ടാണ് ഇതിൻ്റെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെച്ചു പോയത്. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം അതേ തുടർന്ന് പിന്നെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന ബാബുരാജ് ആരോപണത്തിൻ്റെ നിഴലിലായി അദ്ദേഹവും രാജിവെച്ചു. തുടർന്നൊരു കൂട്ടരാജിയായിരുന്നു അമ്മയുടെ ഭാരവാഹികൾക്കിടയിലും ഒക്കെ ഉണ്ടായത്. പല അംഗങ്ങളും, പ്രധാനപ്പെട്ട പല അംഗങ്ങളും ആരോപണ വിധേയരായി. അങ്ങനെ സിനിമാ അഭിനേതാക്കളുടെ സംഘടന മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു ഗതികേടിലെത്തിയപ്പോൾ അതിൻ്റെ പ്രസിഡൻറ്റ്, പുതുതായിട്ട് ചാർജ് എടുത്ത് ഏതാനും മാസങ്ങളേ ആയുള്ളൂ, പ്രസിഡൻറ്റ് മോഹൻലാൽ സ്ഥാനമൊഴിയുകയായിരുന്നു. അതോടെ അമ്മയ്ക്ക് ഒരു ഭാരവാഹിത്വം ഇല്ല എന്ന അവസ്ഥ വന്നു. എന്നാൽ അമ്മ ചെയ്യുന്ന ചില സേവന പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇതിലെ അവശരായ മുൻകാല താരങ്ങൾക്ക് കൈനീട്ടം എന്ന പേരിൽ അവർ കൊടുക്കുന്ന സഹായമുണ്ടായിരുന്നു. ഓരോ മാസം ഒരു നിശ്ചിത തുക കൊടുക്കുമായിരുന്നു. അത് തുടരുന്നതിനുള്ള ഒരു അഡ്ഹോക്ക് കമ്മിറ്റി എന്ന നിലയിൽ ഇത് പ്രവർത്തനം തുടരുകയായിരുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് കഴിഞ്ഞ നവംബർ 1-ാം തീയതി സുരേഷ് ഗോപി അതിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളോട് സംസാരിച്ചതും അവർ കേരള പിറവി ദിനം ആഘോഷിക്കാൻ ഒത്തുകൂടിയത്. അപ്പോൾ അന്ന് ഉയർന്ന ആശയമാണ് സുരേഷ് ഗോപിയുടെയും കൂടെ സജീവ പങ്കാളിത്തത്തിൽ അമ്മയുടെ പ്രവർത്തനം പൂർവാധികം മെച്ചമായി കൊണ്ടുവരാൻ അവരാലോചിച്ചത്. അതേ തുടർന്നാണ് പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ കുടുംബസംഗമം നടത്തി ഇതിനെ സജീവമാക്കാം എന്ന ചിന്ത വന്നതെന്ന് തോന്നുന്നു. സാർ, ഈ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ഉള്ളതുപോലെ അല്ലെ ആന്ധ്രയിലൊക്കെ ഉള്ളത് അന്ധമായ ഒരു താരാരാധനയല്ല നമുക്കുള്ളത്. നമ്മൾ സിനിമാ താരങ്ങളെ ആരാധിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുകൂടലൊക്കെ നടത്തുമ്പോൾ വലിയ പ്രോഗ്രാമായിട്ടായിരിക്കും നടത്തുക. അത് ചാനലുകളൊക്കെ വലിയ റേറ്റിന് തന്നെ വാങ്ങിക്കുകയും പിന്നീട് അത് ടെലികാസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ കഴിഞ്ഞ ഓണത്തിന് സിദ്ദിഖിൻ്റെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളെല്ലാം കൂടെ ചേർന്ന് ഓണത്തിനൊരു വലിയ പരിപാടി നടത്തണമെന്നൊക്കെ ആലോചിച്ചിരുന്നു. അതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പൊളിഞ്ഞു പോയത്. അപ്പോൾ സുരേഷ് ഗോപി മുൻകൈ എടുക്കുന്നതും അത്തരം ഒരു പരിപാടി അങ്ങനെ ഇവരെ സജീവമായി പുറത്തേക്ക് കൊണ്ടുവരിക, അതൊക്കെ ആയിരിക്കുമോ? അല്ല, ഇപ്പോൾ അങ്ങനെ ഒരു പൊതുജനങ്ങൾക്കായുള്ളൊരു കലാപരിപാടിയല്ല, ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമല്ല. അംഗങ്ങളുടെ കുടുംബസംഗമം എന്ന പേരിൽ താരങ്ങളുടെയും താരങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും അങ്ങനെയുള്ള അതിൽ ഈ കലാപരിപാടികൾ അവർക്ക് വേണ്ടിയുള്ള കലാപരിപാടികൾ അവർ നടത്തിയെന്ന് വരാം, ഇൻ്റേണൽ. അപ്പം നമുക്ക് പബ്ലിക്കിന് പ്രവേശനം ഉണ്ടാകാനിടയില്ല. അതുകൊണ്ടാണല്ലോ ഇതിനെ കുടുംബസംഗമം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവർ അംഗങ്ങൾ എല്ലാം കൂടെ ചേരുന്നു, കുടുംബാംഗങ്ങൾ വരുന്നു, താരങ്ങളുടെ കൂട്ടായ്മ വീണ്ടും സജീവമാകുന്നു. അത് ചിലപ്പോൾ ഗുണകരമായ ചില ഫലങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം. അതേസമയത്ത് സംഘടന എന്ന നിലയിൽ പരസ്പരം കാലുവാരാനും പരസ്പരം കുറ്റപ്പെടുത്താനും ചിലരെ വിലക്കാനും ഭ്രഷ്ട് കൽപ്പിക്കാനും ഒക്കെ തുനിഞ്ഞ് ഇപ്പോൾ തിലകനും മറ്റും നേരിട്ട ദുരനുഭവങ്ങൾ നമ്മൾ വളരെ കുപ്രസിദ്ധമാണ്. അപ്പോൾ അതുപോലുള്ള
കുൽസിത പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്ന് വളരെ സൃഷ്ടിന്മുഖമായ പ്രവർത്തനം നടത്താം എന്ന ഒരു സതുദ്ദേശത്തോടു കൂടിയായിരിക്കും ഇതിനെ സജീവമാക്കാൻ സുരേഷ് ഗോപി തുനിയുന്നത്. എന്തായാലും കേന്ദ്രമന്ത്രി തന്നെ ഇതിന് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങുമ്പോൾ മറ്റുള്ളവർ അതിനോട് സഹകരിക്കാം അല്ലേ. നമ്മൾ കണ്ടിരുന്നു അടുത്ത സമയത്ത് സുരേഷ് ഗോപി അമ്മയുടെ ഓഫീസിലൊക്കെ വന്നപ്പോൾ വളരെ സജീവമായിട്ട് മറ്റു താരങ്ങളൊക്കെ പങ്കെടുക്കാൻ എത്തുന്നു. പ്രത്യേകിച്ച് പഴയ തലമുറയേക്കാൾ കൂടുതൽ പുതിയ തലമുറയിലെ താരങ്ങൾ അല്ലേ. ശരിക്കും ഒരു തലമുറ കൈമാറ്റമാണ് ഇനി വേണ്ടത്. അത്തരത്തിൽ ആ പുതിയ താരങ്ങളിലേക്ക് ഒരു സജീവമായ ഇടപെടൽ നമ്മൾ കണ്ടു. മാത്രമല്ല ഈ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന നിലനിൽക്കേണ്ടത് ആവശ്യമുണ്ട്. താരങ്ങളിൽ ചിലർ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അവരുടെ സെറ്റിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവർ സെറ്റിൽ മൂലം നിർമ്മാതാക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒന്ന് പരിഹരിക്കണമെങ്കിൽ നടന്മാർക്കായിട്ടുള്ള സംഘടന വേണം. അമ്മ എന്ന് പറയുന്നത് വളരെ മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തതാണ്. പക്ഷേ അതിനകത്ത് ചില ആളുകൾ ആരോപണ വിധേയരായതോടുകൂടിയാണ് ഈ സംഘടന തകർന്നത്. അപ്പോൾ ഒരു കാലത്ത് ഇതിന് മുൻകൈ എടുത്തിരുന്ന സുരേഷ് ഗോപിയും ഗണേഷും ഉൾപ്പെടെയുള്ള ആൾക്കാർ വീണ്ടും ഇതിലേക്കൊക്കെ സജീവമായി വരുമ്പോൾ ഒരാൾ കേന്ദ്രത്തിലെ മന്ത്രിയാവും, ഒരാൾ കേന്ദ്രത്തിലെ മന്ത്രി അല്ലേ, കേരളവും കേന്ദ്രവും ഒക്കെ വിചാരിച്ചാൽ ഒന്നിച്ചേർത്താൻ പറ്റും. ഇനി മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള നമ്മൾ ഇന്ന് കാണുന്ന സൂപ്പർ താരങ്ങളോട് ഒന്നിച്ച് നിന്നാൽ, പുതുതലമുറയിലെ താരങ്ങളും പഴയ തലമുറയിലെ താരങ്ങളോട് കൈ കോർത്താൽ അമ്മയ്ക്ക് പഴയ പ്രതാപം വീണ്ടെടുക്കാൻ പറ്റും. പഴയതിനേക്കാൾ മെച്ചമായ ഒരു സൽപ്പേരോടുകൂടി തിരിച്ചു വരാൻ പറ്റും. കാരണം ഇപ്പോൾ ഒരു തീക്കൊള്ളിക്ക് അടികൊണ്ട പൂച്ചയെ പോലെ അല്ലേ, ഒരു പാഠം ഉൾക്കൊണ്ടു, വലിയ പാഠം അല്ലേ. അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചടിയിൽ നിന്നാണ് അമ്മ ഇനി കരകയറുന്നത്. അപ്പോൾ അതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ്. അപ്പോൾ ഇനി രൂപം കൊള്ളാൻ പോകുന്ന അമ്മയും അതിൻ്റെ പ്രവർത്തനങ്ങളും പഴയ അമ്മ പോലെ ആയിരിക്കില്ല. അപ്പം താരങ്ങളെ വിലക്കുന്നതിനും ഒക്കെയുള്ള അതുപോലെയുള്ള ഒരാളിൻ്റെ തൊഴിൽ നശിപ്പിക്കുന്ന പണിയല്ല ഒരു തൊഴിൽ സംഘടന ചെയ്യേണ്ടത്. അപ്പം അതിൻ്റെ ശരിയായ സ്പിരിറ്റിൽ ഒരു കുറേ കൂടെ ജനാധിപത്യവും മനുഷ്യവർഗ പ്രേമവും ഒക്കെ പ്രകടിപ്പിക്കുന്ന തരത്തിൽ ഇതുവരെ ഉണ്ടായിരിക്കുന്ന ഈ ദുഷ്പേര് മാറ്റിയെടുക്കുവാനുള്ള ഒരു അവസരം കൂടി അത് ആയിരിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഉദ്ദേശിക്കുന്നത്. അതിന് അമ്മയ്ക്ക് കഴിയേണ്ടതുമാണ്. പക്ഷെ കാരണം എന്ന് പറഞ്ഞാൽ അതിൽ നല്ല പക്വതയുള്ള നേതാക്കളാണ് ഉള്ളത്. കൂടുതൽ ആളുകളും നല്ല മനുഷ്യരാണ്. പക്ഷേ ചില പുഴുക്കുത്തുകൾ ഉണ്ടായി. ആ പുഴുക്കുത്തുകൾ ഒഴിവാക്കുകയും അവരെ പോലും റിഫൈൻ ചെയ്ത് തിരിച്ച് നല്ല ലക്ഷ്യത്തോടെ കൊണ്ടുവരികയും ചെയ്യുന്ന തരത്തിൽ അതാണല്ലോ ഒരു സംഘടന ചെയ്യേണ്ടത്. ആ തരത്തിൽ അർത്ഥവത്തായി പ്രവർത്തിക്കാൻ അവർക്ക് കഴിയണം. അത് മലയാള സിനിമയുടെയും മേന്മയ്ക്കും വളർച്ചയ്ക്കും താരങ്ങളുടെ ക്ഷേമത്തിനുമൊക്കെ ഉതകുന്ന ഒരു മാതൃകാ സംഘടനയായി മാറട്ടെ. അപ്പോൾ സാറേ, ഈ അമ്മ എന്ന് പറയുന്ന സംഘടന പഴയ പ്രതാപത്തിലേക്ക് വീണ്ടും എത്തണമെന്ന് തന്നെയാണ് മലയാള സിനിമയെ സ്നേഹിക്കുന്ന, മലയാളത്തെ സ്നേഹിക്കുന്ന അല്ലെ കലാരൂപങ്ങളൊക്കെ സ്നേഹിക്കുന്ന ആളുകളുടെ ആഗ്രഹം. കാരണം ഇപ്പോൾ ഇവർ തന്നെ ഈ വിഷു കൈനീട്ടം എന്ന് പറയുന്ന ഒരു പദ്ധതി അല്ലേ, ശരിക്കും ഒരു കാലത്ത് സിനിമയിലൊക്കെ സജീവമായിരിക്കുകയും പിന്നീട് പല കാരണങ്ങളാൽ അവർക്ക് അവസരം കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ പ്രായാധിക്യം മൂലം ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് താരങ്ങളുണ്ട്. ഇപ്പം നമ്മളിപ്പം മെയിൻ സ്ട്രീമിൽ കാണുന്ന താരങ്ങൾക്ക് കിട്ടുന്ന അതേ പ്രതിഫലം ചെറിയ റോളുകളിൽ അഭിനയിക്കുന്നവർക്ക് കിട്ടണമെന്നില്ല, അവർക്ക് കൂടുതൽ അവസരം കിട്ടണമെന്നില്ല. ആ സമയത്ത് അത്തരം ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി ഒരു നിശ്ചിത തുക എല്ലാ മാസവും അവർക്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ അമ്മയിലൂടെ കിട്ടുന്ന ആ ഒരു പണം ഉപയോഗിച്ചാണ്. മാത്രമല്ല ഈ അമ്മ എന്ന സംഘടനയിൽ അംഗത്വം വേണമെങ്കിൽ തന്നെ 1 ലക്ഷം രൂപയെ കണ്ട് ആദ്യം അടയ്ക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ കിട്ടുന്ന പണം ഇത്തരം കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. മാത്രമല്ല ഈ താരങ്ങളെല്ലാം തന്നെ സജീവമായി എന്തെങ്കിലും ഒരു പരിപാടിയിൽ വിനോദ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചാൽ അത് വാങ്ങാൻ ടെലികാസ്റ്റ് ചെയ്യാൻ ഈ നാട്ടിൽ ഒരുപാട് ചാനലുകളും രംഗത്തുണ്ട്. അപ്പോൾ ആ രീതിയിലും വരുമാനം കിട്ടും. പരസ്യക്കാർ സ്പോൺസേഴ്സ് ഒരുപാട് വരും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ വന്നിട്ട് വീണ്ടും ഈ അമ്മ ഒരു സജീവമായി വരുന്നു. ഇപ്പോൾ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഏത് രീതിയിലാണ് പരിപാടി എന്ന് നമുക്കറിയില്ല. പക്ഷെ അവർ അത്തരത്തിലൊരു ഉദ്യമത്തിന് തയ്യാറാകുന്നു. കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി, ചലച്ചിത്ര താരം കൂടിയായ അദ്ദേഹം ഇതിന് മുൻകൈ എടുക്കുന്നു. ഒക്കെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പായിട്ട് നമുക്ക് കരുതാം അല്ലേ. അതുപോലെ തന്നെ അംഗങ്ങൾക്കിടയിൽ ഒരു പെരുമാറ്റച്ചട്ടം, സ്ത്രീകളോടുള്ള പെരുമാറ്റം, സ്ത്രീകൾ പുരുഷന്മാരോടുള്ള പെരുമാറ്റം, ഇതൊക്കെ ഉണ്ടല്ലോ. അത് ഈ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്നും ഉയർന്നു വന്ന ആരോപണങ്ങൾ, അമ്മയുടെ അംഗങ്ങളെ അടക്കം ദോഷകരമായി ബാധിക്കുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ചില കണ്ടെത്തലുകൾ, ഇതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് അവർക്ക് കുറേ കൂടെ ഗംഭീരമായി പ്രവർത്തിക്കാനുള്ള അവസരം തുറന്നു കിട്ടുകയാണ്. അമ്മയെ അടച്ചുപൂട്ടി ഈ കാര്യം അസ്തമിപ്പിക്കുകയല്ലല്ലോ വേണ്ടത്. നമ്മൾ തെറ്റുകളിൽ നിന്ന് ശരികളിലേക്ക് സഞ്ചരിക്കാനുള്ള അവസരം, അതിന് പുതിയതായിട്ട് വരുന്ന നേതാക്കൾ, പുതിയ ഭാരവാഹികൾ ഉണ്ടായാലും ഇല്ലെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിലിപ്പോൾ 1-2 പേരുടെ പേരിലായിരുന്നു ആരോപണങ്ങൾ ഉയർന്നത്. അപ്പോൾ ആരോപണം കോടതികളിലും നിയമ
മണ്ഡലങ്ങളിലൊക്കെ കിടക്കുകയാണ്. അതങ്ങനെ അതെൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷേ അമ്മയെന്ന് പറയുന്ന സംഘടനയ്ക്ക് ഈ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നവർ തെളിയിക്കണം. അത് ആരെങ്കിലും ഇകഴ്ത്താനോ താഴ്ത്താനോ ആകാതെ എല്ലാവർക്കും സഹായകവും ഉയർച്ചയും, അതിനേക്കാൾ ഉപരി ഇതിനുള്ള പ്രാധാന്യം പബ്ലിക്കിൻ്റെ കണ്ണിൽ ഇതൊരു നല്ല സംഘടനയായി തീരണമെങ്കിൽ മലയാള സിനിമയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും അവർക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റണം. ഇപ്പം നിർമ്മാതാക്കളുടെ സംഘടന ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ സംഘടനയിലും പ്രശ്നങ്ങളുണ്ടായില്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും. ലോകത്തുള്ള എല്ലാ സംഘടനകളും സംഘടനയ്ക്ക് അതിൻ്റേതായ മൗഢ്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം രൂപം കൊള്ളുന്ന ആദർശത്തോടെ ആയിരിക്കില്ല നിലനിൽക്കുന്നത്. ഇപ്പോൾ അത് സംഘടന എന്ന് പറയുന്നത് ദൂഷിപ്പതിൻ്റെ കൂടപ്പിറപ്പാണ്. അത് ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ സംഘടനകൾക്കും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് വരാതെ നോക്കുക എന്നതാണല്ലോ മനുഷ്യർ കൈകാര്യം ചെയ്യുന്ന മണ്ഡലങ്ങളിൽ മനുഷ്യൻ്റേതായ തെറ്റുകുറ്റങ്ങളൊക്കെ അതിനകത്ത് വരാം. അതെ. പക്ഷേ തെറ്റുകളിലേക്ക് പോകാതെ തെറ്റുകളിൽ നിന്ന് പാഠം, സുനുജി പറഞ്ഞ പോലെ പാഠം ഉൾക്കൊണ്ട് കൂടുതൽ ശരികളിലേക്ക് പോകാനല്ലേ ശ്രമിക്കേണ്ടത്. എന്നാലേ സംഘടനയ്ക്ക് അർത്ഥമുണ്ടാകുകയുള്ളൂ. അത് അമ്മയുടെ നേതാക്കന്മാരും പ്രവർത്തകരും മനസ്സിലാക്കും. അവർക്ക് എല്ലാ ശുഭാശംസകളും. അപ്പോൾ എന്തായാലും അഡ്ഹോക് കമ്മിറ്റിയുടെ ഈ ഇനിഷ്യേറ്റീവ്, ഈ ഒരു എന്താ പറയുന്ന ഒരു സ്റ്റെപ്പ് വെക്കാനുള്ളൊരു താല്പര്യം അല്ലേ, അതിനെ നമ്മൾ എന്തായാലും അഭിനന്ദിക്കണം. അതെ, അത് വളരെ വിജയകരമാകട്ടെ. മാത്രമല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ വസ്തുതാപരമല്ല എന്നും ആരോപണം ഉന്നയിച്ച ചില നടിമാർ തന്നെ അതിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയുണ്ടായി. അപ്പം അവസരങ്ങളെ ദുരുപയോഗപ്പെടുത്താനും ചിലർ ശ്രമിച്ചു. അപ്പോൾ അതിനൊന്നും വീഴാതെ അമ്മ പഴയ ഒരു സംഘടനയായിട്ട് നല്ല രീതിയിൽ നല്ല പുതിയ ഭാരവാഹികളും ആയിട്ടൊക്കെ വരട്ടെ. മലയാളികൾ അവരെ ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.